അൽഹംദുലില്ലാഹ്, അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും അപാരമായ കഴിവ് കൊണ്ട് അങ്ങനെ തന്നെ അൽഹംദുലില്ലാഹ് നൂറെ ഹബീബിൻ്റെ 7ാമത് സമൂഹ വിവാഹം. അൽഹംദുലില്ലാഹ് എൻ്റെ 19 മക്കളായത്. 19 മക്കളാണ്. ഈ മക്കളെ കല്യാണാണ് ഈ മാസം 30-ാം തീയതി. 8 കുട്ടികളെ താലി കെട്ടും, 12 മക്കളെ നിക്കാഹുമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പൊന്നു മക്കൾക്ക് സന്തോഷിക്കാൻ വേണ്ടി നൂറെ ഹബീബിൻ്റെ മുത്തുമണികൾ എല്ലാവരും പാടെ കൂടിയിട്ടാണ് ഇത് ചെയ്തു കൊടുക്കുന്നത്. അള്ളാഹു ഈ പൊന്നു മക്കളെ കുടുംബം അള്ളാഹു ബറക്കത്ത് നൽകട്ടെ. ഇൻഷാ അല്ലാഹ് 20 മക്കളായിരുന്നു. ഒരു കുട്ടീനെ നമ്മൾ അന്വേഷണത്തിൽ ഇത് വന്നപ്പോൾ നമ്മൾ ഒഴിവാക്കി. അപ്പോൾ 92ാമത്തതാണ് ഇപ്പോൾ. ഈ മക്കളെയും പാടെ കെട്ടിച്ച് വിട്ടാൽ 92 മക്കളാവും. ഒരാളെ മുന്നിൽ ചെന്നിട്ടും നൂറെ ഹബീബിനെ തങ്ങൾ കൈ നീട്ടിട്ടില്ല ഈ മക്കളെ കെട്ടിക്കാൻ. ഒരു മക്കളെ കെട്ടിക്കാനും ഇഷ്ടംപോലെ പടച്ചോൻ തരുന്നുണ്ട്. അള്ളാഹു ഈ പൊന്നു മക്കൾക്കും ഒരാളെ മുന്നിൽ കൈ നീട്ടാതെ സന്തോഷത്തോടെ കെട്ടിച്ചു വിടാനുള്ള ഭാഗ്യം അള്ളാഹു തരട്ടെ. പിന്നെ പറയാനുള്ളത്, വിമർശിക്കുകയാണെങ്കിൽ നിങ്ങൾ ഇങ്ങനെ വിമർശിച്ചു കൊണ്ടിരിക്കണം. അള്ളാഹു വിമർശിക്കും തോറും ഉയർത്തിലെത്തുകയാണ്. അപ്പം അതുകൊണ്ട് ഈ പൊന്നു മക്കൾ അള്ളാഹു ബർക്കത്ത്. പല നാട്ടിലുള്ളവരാണ്. 30-ാം തീയതി നിക്കാഹാണ്. ഈ മാസം 30-ാം നിക്കാഹാണ്. അപ്പം നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യുക, കല്യാണത്തിൽ പങ്കെടുക്കുക. ഇൻഷാ അല്ലാഹ് ഒന്നും തരാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും അതിൽ വന്നിട്ട് എന്ത് ചെയ്യുക, ഒരു നേരത്തെ ഭക്ഷണം കഴിച്ച് സന്തോഷത്തോടെ പോലെ ഭാഗ്യം അള്ളാഹു തരട്ടെ. ഇൻഷാ അല്ലാഹ് എല്ലാവരും ഒന്ന് കല്യാണത്തിന് വരിക ഇൻഷാ അല്ലാഹ് കേട്ടോ. അല്ലാഹു ബർക്കത്ത്.